ഹായ് ഫ്രണ്ട്സ്, അർജുൻ്റെ ഫാമിലിയും പിന്നെ മനാഫും തമ്മിലുള്ള ഈ ഒരു ഇഷ്യൂ ആണ്. ഈ ഒരു മനാഫ് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നുള്ള രീതിയിൽ ഫാമിലി സംസാരിക്കുന്നു അർജുൻ്റെ. അതുപോലെ അർജുൻ്റെ ഫാമിലിയെ നന്ദി കെട്ടവരെന്നും ഒരു രീതിയിൽ നന്ദിയില്ലാത്ത ആളുകളെന്നും വളരെ മോശമായിട്ടുള്ള ആളുകളെന്ന് പല കൂട്ടം പറയുന്നു. ഈ പറച്ചിലിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. കേരളത്തിൽ നിന്നല്ല, മനുഷ്യൻ്റെ തന്നെ ഒരു പൊതു സ്വഭാവമാണ് ഈ ഒരു സാധനം. ഒരാളെ സപ്പോർട്ട് ചെയ്യും, എന്നിട്ട് ആളെ പറ്റി ചെറിയ എന്തെങ്കിലും നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ അയാളെ എടുത്ത് ഈ പൊക്കിയെടുത്ത് ഒറ്റയിടല താഴോട്ട്. ഒരു സാധാരണ റൂട്ടിൽ കൂടി പോകുന്ന ഒരാളെ പിടിച്ച് കൊമ്പത്ത് കയറ്റി വെച്ചിട്ട് അയാളെ പിന്നെ താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ അയാളുടെ അവസ്ഥ ഭയങ്കര പരിതാപകരമായിരിക്കും. അതിപ്പോ ഈ മനാഫിന്റെ കാര്യമായാലും ശരി, അർജുന്റെ ഫാമിലിയുടെ കാര്യമായാലും ശരി. പിന്നെ പലരും പറയുന്നു അർജുന്റെ ഫാമിലി മനാഫിനോട് നന്ദി പറയുന്നതായിട്ട് എടുത്ത് പറഞ്ഞില്ല, പേരെടുത്ത് പറഞ്ഞില്ല എന്നുള്ള രീതിയിലൊക്കെ പല കാര്യങ്ങളും പറയുന്നു. ഇവർ തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂസ് ആരാണ് തീർക്കേണ്ടത്? അവർ തന്നെയല്ലേ തീർക്കേണ്ടത്. നമ്മൾ ഇതിൽ കയറിയിട്ട് അയ്യോ അവര് പറഞ്ഞില്ല, നന്ദി പറഞ്ഞില്ല, പിന്നെ അടുത്തത് തെറിയോ അല്ലെങ്കിൽ അവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന വല്ല സാധനങ്ങളൊക്കെ ആയിരിക്കും. എങ്ങനെ തോന്നുന്നു? ഇതൊക്കെ ശരിയാണോ? ഈ ന്യായം പറയുന്ന ആളുകൾ ഇടുന്ന കമന്റുകൾ ബാക്കിൽ കൂടെ പോകുന്ന സാധനത്തിനേക്കാളും ബോറായിട്ടുള്ള സാധനങ്ങളാണ് ഇവർ വായും കൊണ്ട് പടച്ചുവിടും. ഇപ്പൊ അർജുന്റെ ഫാമിലിയെ ഡിച്ച് ചെയ്യുന്നവരായാലും ഈ ഒരു മനാഫിനെ പറ്റി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവരായാലും ഇതേ കാര്യമാണ് ചെയ്യുന്നത്. കമന്റ് സെക്ഷനിൽ 2 സെക്ഷൻ ഉണ്ടാവും. ഒന്ന് ഒരാളെ സപ്പോർട്ട് ചെയ്ത്, ഒന്ന് ഒരു കൂട്ടത്തെ സപ്പോർട്ട് ചെയ്ത്. ചിലവര് ജാതിപരമായും മതപരമായിട്ടും ഇതാകും, ചിലവര് രാഷ്ട്രീയപരമായി കണ്ടിട്ട് ചെയ്യുന്നവര്. അങ്ങനെയൊക്കെ കണ്ട് അഭിപ്രായം പറയാനുള്ള ഒരു സാധനമായിട്ടാണോ നിങ്ങൾക്ക് ഇത് തോന്നുന്നത്? പലർക്കും പല അഭിപ്രായം തന്നെ ആയിരിക്കും. ഇപ്പൊ എന്റെ അഭിപ്രായം വേറെ ആയിരിക്കും, നിങ്ങളുടെ അഭിപ്രായം വേറെ ആയിരിക്കും. മാക്സിമം നമ്മൾ അത് ആരോഗ്യപരമായ ഭാഷയിൽ അല്ലെങ്കിൽ നല്ല രീതിക്ക്, ഇങ്ങനെയുള്ള സെൻസിറ്റീവ് ഇഷ്യൂ ആയതുകൊണ്ട് നല്ല രീതിക്ക് അതിനെ പ്രസന്റ് ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കണം. ചിലവരൊക്കെ ഒറിജിനൽ ഐ ഡിയിൽ തന്നെ വന്ന് പറയുന്നവരുണ്ട്, ചിലവർ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് പറയുന്നവരുണ്ട്. രണ്ടു പക്ഷം ചേരുന്ന ആളുകളുടെയും ഇങ്ങനെ ഞാൻ കണ്ടു കുറെ. ഈ ഒരു മനാഫിന്റെ പേരിൽ തന്നെയുള്ള വേറെ ചാനലുകൾ വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നന്ദി, സപ്പോർട്ട് ചെയ്തതിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. എല്ലാറ്റിനും വളരെ കുറച്ച് സബ്ബൊക്കെ ഉള്ളൂ. ഈ ഒരു വിഷയത്തെ തന്നെ മുതലെടുക്കുന്ന വേറെ ചിലരുണ്ട്. ആക്ച്വലി അർജുന്റെ ഫാമിലിയും മനാഫും പരസ്പരം സംസാരിച്ച് സോൾവ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇവർക്ക് എന്തെങ്കിലും വിയോജിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരല്ലേ അത് സംസാരിച്ച് ശരിയാക്കേണ്ടത്. അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഇവരുണ്ടാക്കാൻ നോക്കണം. പരസ്പരം സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കണം. എന്താണ് കാര്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്, എന്തെങ്കിലും വിരോധമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ചോദിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഒന്നുമില്ലെങ്കിൽ ഇവര് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ള ആൾക്കാരല്ലേ. ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ള ആൾക്കാർ ഇങ്ങനെ വീഡിയോസിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് മാത്രമല്ല, ഈ കമന്റ് സെക്ഷനിലൊക്കെ വന്നിട്ട് തൂറി മെഴുകുന്ന കുറെ പേരുണ്ട്. അതെന്ത് ബോറ് പരിപാടിയാണ്? എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? ആർക്ക് വേണ്ടി ചെയ്യുന്നത്? ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അർജുൻ നമ്മൾ ഈ ന്യൂസിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ട് നമ്മൾ നേരിട്ട് കാണുന്ന ഒരാളെ നഷ്ടമായതുപോലെയാണ് നമുക്ക് പിന്നീട് അത് ഫീൽ ചെയ്യുക. കുറച്ച് ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോഴും ആ വാർത്തകളുടെ അപ്ഡേറ്റിന് വേണ്ടി നമ്മൾ തപ്പിപ്പോകുമ്പോഴൊക്കെ നമ്മൾ നമ്മുടെ അടുത്തുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ ജീവിക്കുന്ന ഒരാൾ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ആ ഒരു ഫീലിംഗ് കൊണ്ടാണ് ഓരോ ആളുകളും അയാളുടെ തിരിച്ചുവരവിന് വേണ്ടിയും അല്ലെങ്കിൽ അയാളുടെ ബോഡിയെങ്കിലും കിട്ടാനും എല്ലാം പ്രാർത്ഥിച്ചിട്ടുള്ളത്. അതിനൊന്നും ഒരു വിലയില്ലാതാക്കുന്ന രീതിയിലാണ് ഇപ്പൊ വരുന്ന ഈ കമന്റ്സും കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ ഇവര് തമ്മിലുള്ള ഈ ഒരു ആർഗ്യുമെന്റ് ആവട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളായാലും വളരെ മോശമാണ്. ഇതൊക്കെ ഇങ്ങനെ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? ഇത് ആരോഗ്യപരമായിട്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇതിലിപ്പോ ഒരുപാട് പേര് എഫോർട്ട് ഇട്ടിട്ടുണ്ട്. മനാഫായാലും ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ ഇത്രയും ദിവസം നിന്ന് ചെയ്തിട്ടുള്ളതൊക്കെയാണെന്നാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ് വരുന്നു? അത് ഇവര് തമ്മിൽ സോൾവ് ആക്കുന്നതിന് മുന്നേ തന്നെ ആളുകൾ ജഡ്ജ്മെന്റലായി. ഇതേ കാര്യം തന്നെ രാഷ്ട്രീയപരമായും മതപരമായും സെക്ഷൻ തിരിഞ്ഞ് ഇവരെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് ഒരു 2 ചേരി തിരിഞ്ഞിട്ട് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. എന്ത് സുഖമാണ് കിട്ടുന്നതായിരുന്നു? എന്ത് സുഖമാണ് കിട്ടുന്നത്? ഈ ഒരു വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ആരെയും സപ്പോർട്ട് ചെയ്യാനൊന്നും തോന്നുന്നില്ല. അവർ തമ്മിലുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ നേരിട്ട് സംസാരിച്ച് ക്ലിയർ ആക്കുന്നതായിരിക്കും നല്ലത്. ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് എന്താണെന്നും അത് വ്യക്തമാക്കിയാൽ ഒരുപക്ഷെ സോൾവ് ആവുകയാണെങ്കിലോ ഈ കാര്യങ്ങളെല്ലാം.
ഒരു ഫോൺ കോളിലോ അല്ലെങ്കിൽ ഒരു സിമ്പിൾ കോൺവെർസേഷനിലോ തീരുന്ന പ്രശ്നത്തെ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് ആയിട്ടും മരിച്ചുപോയ ഒരാളെ ചൊല്ലി 2 സെക്ഷൻ തിരിഞ്ഞ് ആളുകൾ അയാളുടെ ആത്മാവിനെ തന്നെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന അർജുന്റെ ഫാമിലിയും മനാഫും തമ്മിലുള്ള ഇഷ്യൂവിനെക്കാട്ടിലും എനിക്ക് വളരെ ബോറായിട്ട് തോന്നിയത് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഈ ഒരു കമന്റ് സെക്ഷനാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പലരും ഒരു യുക്തിക്ക് നിരക്കാത്ത രീതിയിലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. ഇതൊക്കെ എടുത്തു പറഞ്ഞാലും അത് എഫക്ട് ചെയ്യുന്നത് ഈ ഫാമിലിയെയും അതുപോലെ തന്നെ അർജുനെയും മനാഫിനെയും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ കമന്റ് സെക്ഷനിൽ വന്നിട്ട് ആളാവുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് കുറച്ച് മാന്യമായിട്ട് സംസാരിക്കുക. ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനമാണ്. നിങ്ങളൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറം ഒരു കുടുംബത്തിന്റെ അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഒരു അത്രയ്ക്കും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോ കുറ്റം പറച്ചിലുകളും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞത് വളരെ നെഗറ്റീവായിട്ട് പോകും. ഈ ഒരു ടോപ്പിക് തന്നെ നെഗറ്റീവായിട്ട് മാറും. അർജുനോടുള്ള ആളുകളുടെ ഇതുവരെ നെഗറ്റീവായിട്ട് മാറും. ഈ ഒരു സംഭവം ഇങ്ങനെ തുടർന്നു പോവുകയാണെങ്കിൽ ഈ ഒരു ക്ലോസ് ആയ ചാപ്റ്റർ വീണ്ടും വേറൊരു രീതിക്ക് തുറക്കപ്പെടും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ സന്തോഷം. നന്ദി, നമസ്കാരം.